നാം എല്ലാവരും ദൈവമക്കളായതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് വളരെ ഉള്ളത്തിൽ നിന്നും ആഗ്രഹമുണ്ട്. നാം അത് ശ്രമിക്കുന്നു. നാം വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നു, പ്രസംഗങ്ങൾ, പാട്ടുകൾ കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ, വചനം വായിക്കുവാൻ കഴിയാതെ നമ്മൾ വരെ ഭാരപ്പെടുമ്പോൾ ദൈവം നമ്മളെ തൻ്റെ കരങ്ങളിൽ വഹിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ശദ്രക്കും മേശക്കും അബേദ്നെഗോയും തീച്ചൂളയുടെ അനുഭവത്തിൽ വീണപ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. കർത്താവ് അവരെ തീയുടെ ബലത്തിൽ നിന്നും അവരെ വിടുവിച്ചു, രക്ഷിച്ചു. തീയുടെ ബലം അവർ വിശ്വാസത്താൽ കെടുത്തി എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തീച്ചുള്ളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ വിശ്വാസം ഒരിക്കലും കുറയരുത്. വിശ്വാസം നമുക്ക് ഒരു ഉത്തേജനം, നമുക്കൊരു ആവേശം മാത്രമല്ല, പ്രയാസഘട്ടങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വിശ്വാസം നമ്മളിലായിരിക്കേണ്ടത്. അത് കണക്ക് തന്നെ നമുക്കറിയാം, ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ യേശു അവിടെ ഉറങ്ങുകയായിരുന്നു എന്നാണ് വചനം പറയുന്നത്. ശിഷ്യന്മാർ കർത്താവിനെ ഉണർത്തി, കർത്താവ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് കർത്താവിനെ പറഞ്ഞവർ ഉണർത്തി. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ചോദിക്കുവാൻ ഇടയായിത്തീർന്നു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ തിരമാലകൾ കണ്ട് പേടിച്ചു പോയി, മുങ്ങാൻ തുടങ്ങി. യേശു പറഞ്ഞു, അല്പവിശ്വാസിയെ, നീ എന്തിനെ സംശയിച്ചു, നീ എന്തിനു ഭയപ്പെട്ടു എന്നൊക്കെ ചോദിക്കുവാനിടയായി. അപ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ കടന്നു പോയാലും നമ്മളത് മുക്കാൻ ഇടയാകാതിരിക്കണമെങ്കിൽ, നമ്മൾ തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നശിക്കാതിരിക്കണമെങ്കിൽ, നമ്മൾ വെന്തു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചേ മതിയാകൂ. അതെങ്ങനെ സാധിക്കും? നമുക്ക് പ്രയാസമില്ലാത്ത സമയത്ത്, സന്തോഷ സമയങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുക, വചനം വായിക്കുക, പ്രസംഗങ്ങൾ കേൾക്കുക, ദൈവത്തോട് കൂടിയിരിക്കുക. അപ്പോൾ പ്രയാസഘട്ടങ്ങളിൽ ആ വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവത്തെ ആശ്രയിക്കുവാനും നമുക്ക് അത് ഒരു ബലമായിരിക്കും. അല്ലെങ്കിൽ പ്രയാസഘട്ടങ്ങളിലുടനെ വചനം തുറന്നിട്ട് എൻ്റെ ആലോചന നോക്കാനല്ല, ബുദ്ധിമുട്ടുകളില്ലാത്ത സമയത്തൊക്കെ സോഫ്റ്റായിട്ട് പോകുന്ന സമയങ്ങളിൽ ദൈവദിനം ആഴമായി ധ്യാനിക്കുക, അതിന് സമയം കണ്ടെത്തുക. അപ്പോൾ പ്രയാസഘട്ടങ്ങളിൽ അത് നമ്മളെ ബലപ്പെടുത്തും, അത് നമ്മളെ ശക്തീകരിക്കും. ഒരിക്കലും അവിശ്വാസം നമ്മൾക്കുണ്ടാകരുത്. ഒരിക്കലും നമ്മൾ ആ ശിഷ്യന്മാരെ പോലെ ആകരുത്. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പോലെ ദൈവത്തിൽ വിശ്വസിക്കുവാനും, പൗലോസ് കപ്പൽ യുദ്ധത്തിലകപ്പെട്ടപ്പോൾ താൻ ദൈവത്തിൽ വിശ്വസിച്ച് തന്നോട് കൂടി ഉണ്ടായിരുന്ന സകലരെയും രക്ഷിക്കാൻ ഇടയായതുപോലെ നമ്മളും ദൈവത്തിൽ വിശ്വസിക്കണം. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ നമ്മളും പ്രയാസഘട്ടങ്ങളിൽ ദൈവത്തെ പാടി സ്തുതിക്കണമെങ്കിൽ നമ്മുടെ സന്തോഷ സമയങ്ങളിൽ ദൈവത്തോട് ആയിരിക്കുക. മറ്റ് ഉള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാതെ ദൈവത്തിൻ്റെ മുമ്പേ നമ്മളെ തന്നെ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമ്മളെ കരങ്ങളിലെടുത്ത് വഹിച്ച് നടത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ ഉള്ള കരങ്ങളിൽ നമ്മളെ വരച്ചിരിക്കുന്നു. ആ ദൈവമാണ് നമ്മുടെ എല്ലാം. ദൈവത്തിൽ എല്ലാ സമയവും വിശ്വസിക്കുവാനും കാര്യമെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇരിക്കേണ്ട, ദൈവം നമ്മളെ ബലപ്പെടുത്തും, ദൈവം നമ്മളെ ശക്തീകരിക്കും. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.